ആ ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞൊക്കെ ഒന്നുണ്ട്. ജാതി അധിക്ഷേപം മാത്രമല്ല, ഈ കളറ് ഇവിടെ ജാതിഗിരിയിൽ നിന്നെങ്ങാണ്ടൊരു കൊച്ചി ആടി മരിച്ച്, പിന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്താ PDSO അങ്ങനെ ഇങ്ങനെ പിള്ളേർ മരിക്കുന്നു. ഇത് കുറേ ആയി ജാതി അധിക്ഷേപ പ്രശ്നം അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇനി ആത്മഹത്യ ചെയ്യണമെന്നാണോ പറയുന്നത്? ആർക്കും അറിയത്തില്ല എന്ത് ചെയ്യുമെന്ന്. ഒരു ജാതി അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. അതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഞാനാണോ? നേരത്തെ ഷിംജിത ദീപക്കൊക്കെ ഉണ്ടായപ്പോൾ ആ പെണ്ണെ പിടിച്ച് ജയിലിലിട്ട് അതുവരെ മിണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആയതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ ഫോർവേഡ് ചെയ്യണം. CM മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുക. പിന്നെ തെളിവുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതും ഉണ്ടാക്കുക. എന്നിട്ടൊരു കേസ് കൂടെ അങ്ങോട്ട് ഫയൽ ചെയ്യും അല്ലേ. അതിന് പോയി കേസ് കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ചെകുത്താൻ 2024 എന്ന പേജിൽ നിങ്ങൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയാമെങ്കിൽ ബാക്കി അഡ്വൈസും സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും. ഏത് നാറിയാണേലും അവനെ നമ്മൾ പൊക്കും, നശിപ്പിക്കും. മേലും ഇനി ഇവിടെ ജാതി അധിക്ഷേപം നടക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒറ്റ കേസ് മതി എനിക്ക്. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, തെളിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ മതി. ഒരു പ്രശ്നം നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ പേരുന്ന കോളേജിൽ നിന്നല്ല, ഏതെങ്കിലും പരിസരത്ത് വെച്ച് ഏതെങ്കിലും ഒരുത്തം തൊഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ നമുക്ക് പിടിക്കാം. ഒറ്റ കേസേ ഉള്ളൂ, ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. പിന്നെ അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, ചെയ്യുന്നതിനോടൊപ്പം എന്നെ കൂടെ അറിയിക്കുക. എനിക്ക് അത്ര പറയാനുള്ളൂ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും, തന്നെ കൊണ്ട് പറ്റത്തില്ലേ? എന്നെ കൊണ്ട് ഞാൻ വിചാരിക്കുന്നതേ, താൻ പറയുന്നതുകൊണ്ടോ ഞാൻ പറയുന്നതുകൊണ്ടോ ഇവരിത് എടുക്കില്ല. ഇവിടെ ആരും ഇവരുടെ പരിപാടി അറിയാമല്ലോ അല്ലേ. ഈ പരിപാടി ഇവരെങ്ങനെ അവതരിപ്പിക്കാമെന്ന് എനിക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവർ ഈ സാധനം താൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഉള്ള കണ്ടന്റ് ഒന്നുമല്ല വിഷയം. ഇതെന്താ പറഞ്ഞതെന്നുള്ളതല്ല, പറഞ്ഞതിനകത്ത് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ തപ്പുക. എന്നിട്ട് അതെടുത്തു വയ്ക്കും. കാരണം എന്താ അറിയാമോ, ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇവിടെ കുഴപ്പമൊന്നും. താനീ പറയുന്നത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. തന്നെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കുക. ഇത് ഈ പണ്ടേ ഞാനും ഒരു ആളും കൂടി റോട്ടിൽ തമിഴ്നാട്ടിലെ റോഡിൽ ഇങ്ങനെ പോവാം. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങോട്ട് നമ്മുടെ വണ്ടി വരുന്ന ഡയറക്ഷനിലോട്ട് നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ പറയണേ, കണ്ടോ അവരിങ്ങോട്ട് നോക്കുന്നില്ല, അതുകൊണ്ട് വണ്ടി ഇടിക്കില്ല എന്ന് പറയാം. മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇവർ ഈ വിഷയം ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ഇല്ലെന്നുള്ള പോലെ. മനസ്സിലാണോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ കേസുണ്ടാവും, ഏതെങ്കിലും ഞാൻ പറയുന്നത് എന്നാ അറിയോ, ഇതിപ്പോൾ ഇവർ പരാതി കൊടുക്കുന്നു, പരാതി കൊടുക്കാൻ അറിയത്തില്ലെന്ന് വിചാരിക്കുക. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റുഡൻസിന് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യും. എന്നിട്ട് അറിയത്തില്ല ഇങ്ങോട്ട് വിളിക്കുക. ഓരോ കൊച്ചുങ്ങൾ വിളിച്ച് പറഞ്ഞേക്കണം, എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തു, സാറുമാരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കേസ് ഇങ്ങോട്ട് ഞാൻ ഇതിനു മുമ്പ് ഡീൽ ചെയ്തിട്ടുള്ള ഇത് ആ ഒരു കേസ് ഇട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ. അതിനൊരു കുഴപ്പം ആ കൊച്ചിനുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ കൊച്ചിനോട് കോളേജ് ഭയങ്കര റെസ്പെക്റ്റാണ്. മനസ്സിലായോ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ അങ്ങ് ഒതുക്കും, ചവിട്ടിത്താക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മഹാമണ്ഡത്തരമാണ്. അങ്ങനെ അവർക്ക് ചെയ്യാനേ പറ്റത്തില്ല. ഞാൻ ഒറ്റ കൊച്ചിനെ ഒന്നും ചെയ്യത്തില്ല. കാരണം എന്നാ, ഓൾറെഡി ഇവന്മാർ പെട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് മര്യാദയ്ക്ക് ഇടപെടത്തുള്ളൂ. പിന്നെ ഇന്റേണൽ മാർക്ക് ക്യാമറ ഓപ്പൺ ചെയ്യണമല്ലോ അല്ലേ. ഈ പോലീസുകാരൊക്കെ ക്യാമറ കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഭയങ്കര ഡീസൻ്റ് ആയിപ്പോയി. നിങ്ങളല്ലേ മോശമായി സംസാരിച്ചു. തൊട്ട് മുമ്പ് നല്ല ആ KCBയിൽ എഞ്ചിനീയർ അങ്ങനെ താനിക്കൊന്നും കറണ്ട് കാരണമല്ല ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേന് നിങ്ങളല്ലേ അതല്ലേ ഞാൻ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ഡീസൻ്റ് ആയടാ. അതുപോലെ സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടി തീരും പരിപാടി. ഇങ്ങോട്ട് അവിടെ കൂടെ. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ SFI എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻസ് സംഘടന ഉണ്ട്, KSU എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ് സംഘടനയുണ്ട്, ABP എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ പിന്നെ പൂട്ടിയിട്ട് താക്കോലോടെ വെച്ച് പോണം മിസ്റ്റേഴ്സ്. 2026 ജാതി അധിക്ഷേപം നടന്നുള്ള ആരോപണം പോലും നാട്ടിൽ വരാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ല കാര്യമായിട്ട് 2026 ഈ 2026 ഇതുപോലത്തെ സംഘടനകളൊക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പരസ്യം ചെയ്യുന്നുണ്ട്, പ്രൊഫസറിൻ്റെ വീടിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നുണ്ട്, പ്രതിഷേധം ചെയ്യുന്നുണ്ട്. ഈ സാധനത്തിന് കുറവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തോ പ്രശ്നമുണ്ട്. ഇവിടുത്തെ SFIക്കും, അതായത് ഇവിടുത്തെ സകലമാന സർവകലാശാലകളുള്ളത് SFIയുടെ കയ്യിലാണ്.
നിങ്ങൾക്ക് അവിടെ ഒരു കംപ്ലൈന്റ് നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ജാതി അധിക്ഷേപം ഇങ്ങനത്തെ സംഘടനകളുടെ പ്രശ്നമല്ലെന്നാണ്. അതെങ്ങനെ ശരിയാവുക? SFI എന്നൊക്കെ മാറ്റി വേറെ അറിയാൻ പറഞ്ഞുതരാം. കാരണം ഈ SFIക്ക് അങ്ങനത്തെ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. കാരണം എന്താ പറയുമോ, SFIക്ക് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CPMന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കും. ജാതി കേന്ദ്രീകരിച്ചിട്ടാണ് കേരളത്തില് മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ. ആണോ? എന്നാ അങ്ങനെ അപ്പോ അതുകൊണ്ട് ഈ ജാതിക്കകത്ത് തൂങ്ങി കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റെന്താണ് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സംഘടനയൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് അവരോട് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് എൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവും. ഉത്തരവാദിത്തം ഉണ്ടാവും. സംഘടന പോയിട്ട് പോകണം. എല്ലാ തവണയും മാറി ഇവർ ജയിക്കുന്നുണ്ട്. ഇവര് സർവകലാശാലകൾ മൊത്തം ഇവരുടെ കയ്യിലാണല്ലോ. തൊട്ടേനും പിടിച്ചാനും ഒക്കെ സമരം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ടൊന്നും എന്തായാലും നടക്കത്തില്ല. ഇനിയിപ്പോൾ നടക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴേലും ജാതി അധിക്ഷേപം ഉണ്ടായാൽ എൻ്റെ ആ ചെകുത്താൻ എന്ന് പറഞ്ഞ പേജുണ്ട്, ഫേസ്ബുക്ക് പേജ് ചെകുത്താൻ 2024 എന്ന് പറഞ്ഞൊരു പേജുണ്ട്. പിന്നെ വെറും ചെകുത്താനുണ്ട്. ഇത് കണ്ടറിയാം എൻ്റെ പേജാണ്. അതിനകത്ത് മെസ്സേജ് ഇടുക. ഒരു മെസ്സേജ് ഇട്ട് കണ്ടില്ലെങ്കിൽ 10 മെസ്സേജ് ഇടുക. ഇവിടെ ഇന്ന പോലെ നടന്നു, എന്താണ് ഡീറ്റെയിൽസ്, എനിക്കൊരു ഇൻഫർമേഷൻ തന്നാൽ മതി. ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നമുക്ക് റെഡിയാക്കി തരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സംശയം തോന്നിയാൽ അപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. നേരിട്ട് ഇടപെട്ടാണ്. ഒരു പ്രശ്നമില്ല. കേസും പ്രശ്നങ്ങളും അതോടെ പ്രശ്നം തീർന്നെന്ന് ഞാൻ ചുമ്മാ അറിയാമല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് കംപ്ലീറ്റ്ലി പിന്നെ തീരും. പിന്നെ നമ്മൾ ഇടപെടുക. ഇത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല പറയുന്നത്. എനിക്കൊരു സംഘടനയുണ്ട്. എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. നോക്ക്, ഇത്ര ആളൊക്കെ കണ്ടില്ലേ? അവർക്ക് എൻ്റെ പുറകിലുള്ളവരാ. ഇനി മുന്നിലുള്ളവരെ കാണണോ? 1 2 ഇഷ്ടം പോലെ ആൾക്കാർ മുന്നിലും പുറകിലുമായിട്ട് ഇരിക്കുക. തമാശ പറഞ്ഞല്ല കേട്ടോ, കാര്യമായിട്ട്. ഇതിനധികം ആൾബലം ഒന്നും വേണ്ട. ഇത് നമുക്ക് നിയമപരമായിട്ടാണ് നേരിട്ടുണ്ട്. അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് എടുക്കുന്ന കേസാണെന്ന് കരുതിയാൽ മതി. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന സംഘടന ഇടപെടും. പിന്നെ കേസൊക്കെ കൊടുക്കണ പൈസ ഇല്ല, അതും നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതിനൊക്കെ ഫണ്ട് റേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യും. മനസ്സിലായോ? ഒരാളെയും ജാതി അധിക്ഷേപം ചെയ്യുന്നവൻ ഇനി ഒരു കൊച്ചുകൂടെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ബുദ്ധിമുട്ടോ ഒരു തരത്തിൽ സംസാരിക്കാൻ അനുവദിക്കരുത്. പറഞ്ഞു പോയ പ്രശ്നമാണ്. നിങ്ങൾ പിള്ളേരെ അറിയത്തില്ല. അല്ലാതെ ഈ വലിയ പുള്ളികളെ കണ്ടിട്ടുണ്ടോ? ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കും. പിള്ളേർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അത് നമുക്ക് ശരിയാക്കാം. എല്ലാവരും ഒന്ന് റെഡി ആയിരുന്നോ?